ഇതിനകത്തിപ്പോൾ ഒരു പ്ലേറ്റും ഒരു റിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് എല്ലാ ഫുഡ് ഐറ്റംസും വെക്കുന്നത്. ഈ പ്ലേറ്റിൻ്റെ അവിടെ ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ, അത് ഇതിനെ കണക്കാക്കി വെച്ച് കൊടുക്കുക. ഇതിനകത്ത് വെക്കേണ്ട പാത്രങ്ങൾ മൈക്രോസേഫ് ബൗൾസും സെറാമിക് പാത്രം അങ്ങനത്തെ പാത്രങ്ങളാണ് വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിനകത്ത് അലൂമിനിയം കണ്ടൻറ് ഉള്ളത്, സ്റ്റീൽ അങ്ങനത്തെ ഒന്നും വെക്കാൻ പാടില്ല. സ്റ്റീൽ പാത്രം, അലൂമിനിയം, അയൺ കണ്ടൻറ് ഉള്ള പാത്രങ്ങളൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. ആദ്യം ഇപ്പോൾ പ്ലേറ്റ് ഇവിടെ വെക്കുക. ഒരു വെള്ളം ചൂടാക്കുകയാണെങ്കിൽ ഫസ്റ്റ് വെള്ളം വെക്കുക അതിൽ. ഇപ്പോൾ ഈ മൈക്രോ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ ചൂടാക്കുക. അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആദ്യം അമർത്തുക. അപ്പോൾ 100 Pയിലേക്ക് ഉണ്ടാവുക. 100 P എന്ന് പറഞ്ഞിട്ട് പവർ കൂടുതലുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാസിലൊക്കെ ഫ്ലെയിം മുറിക്കുന്നതിൻ്റെ പവർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈക്രോൻ്റെ മുകളിൽ തന്നെ അമർത്തുക. അപ്പോൾ 80 ആയി. അങ്ങനെ ഓരോന്ന് അതിൻ്റെ മുകളിൽ തന്നെ അമർത്തുമ്പോൾ പവർ കുറയുന്നതാണ്. 10 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്. ഇപ്പോൾ 100 എന്ന് പറഞ്ഞിട്ട് പവർ കൂടുതൽ. അപ്പോൾ ഈ വെള്ളം ചൂടാൻ 1 മിനിറ്റ് മതി 100 P അതിനെ കൊണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് അമർത്തുക. ഒന്നാമത്തെ 1 സെക്കൻഡ് കാണിക്കും. എന്നിട്ട് പൂജയുടെ 10 സെക്കൻഡ്, ഒരു പൂജ കൂടി ചെയ്താൽ 1 മിനിറ്റ്. എന്നിട്ട് സ്റ്റാർട്ട് അടിക്കുക. അങ്ങനെയാണ് മൈക്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വർക്ക് ചെയ്യുക കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ 50 നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് അമർത്തി കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ നിൽക്കും. അപ്പോൾ ചൂടുമ്പോൾ പെട്ടെന്ന് തിളച്ച് ചൂടാവുക കരിഞ്ഞു അങ്ങനത്തെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് ചൂട് ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഡോർ അടച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ആ ടൈമിൻ്റെ ബാക്കി വർക്ക് ചെയ്തോളൂ കേട്ടോ. ചൂടാവുണ്ട് കേട്ടോ. ഇനി അടുത്ത ഓപ്ഷനാണ് കൺവെൻഷൻ. കൺവെൻഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ കേക്കിന് വേണ്ടിയുള്ള ടെമ്പറേച്ചർ ആദ്യം സെറ്റ് ചെയ്യുക. ഇപ്പോൾ 150 ആണെങ്കിൽ ഇപ്പോൾ 120 കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ അമർത്തുമ്പോൾ ടെമ്പറേച്ചർ മാറും. ഇപ്പോൾ 180 ആണെങ്കിൽ 150 സെറ്റ് ചെയ്തിട്ട് അടുത്ത ടൈം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് ആണെങ്കിൽ ആദ്യം 2 അമർത്താം. അപ്പോൾ ആദ്യം 2 അമർത്തി 2 സെക്കൻഡ് വരിക. അപ്പോൾ 0 7 ഒരു 0 അപ്പോൾ 20 സെക്കൻഡായി. അപ്പോൾ ഒരു പൂജ്യം കൂടെ 2 മിനിറ്റ്. ഇനി 20 മിനിറ്റ് ആണെങ്കിൽ ഒരു പൂജ്യം കൂടെ എടുത്താൽ 20 ആയിട്ടോ. 0 ആഡ് ചെയ്തിട്ടാണ് ടൈം ഇതാക്കുക കേട്ടോ. അപ്പോൾ 30 ആണെങ്കിൽ 3 ആദ്യം അമർത്തുക. എന്നിട്ട് 0 ആഡ് ചെയ്തിട്ട് എത്ര വേണ്ടതെന്നുള്ളത് ആക്കിയിട്ട് സ്റ്റാർട്ട് അടിക്കുക. ഇതാണ് കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. അതും ഇതേമാതിരി ഇപ്പോൾ സ്റ്റോപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഈ ആ ടൈമിൽ അവിടെ നിൽക്കും കേട്ടോ. എന്നിട്ട് ചൂട് മതി എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതാക്കാം കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രില്ല് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഗ്രില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വെക്കാണ്ടെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റാക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. നമ്മൾ ചിക്കൻ വെച്ചിട്ട് ജീന്ന് വരും. ജീന്ന് വന്നിട്ട് അടുത്ത് നിന്നിട്ട് ടെമ്പറേച്ചർ അല്ല ടൈം കൊടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് കൊടുക്കുക, സ്റ്റാർട്ട് അടിക്കുക. അതാണ് ഗ്രില്ലിൻ്റെ ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഈ ഡീഫ്രോസ്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ മൈക്രോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ സ്റ്റീലിൻ്റെ ഇതൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. ഫസ്റ്റത്തെ ഓപ്ഷൻ അല്ലേ ഈ ഓപ്ഷനിൽ മൈക്രോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ പാത്രം വെക്കാൻ പാടില്ല കേട്ടോ, സ്റ്റീൽ പാത്രം. ഇനി അടുത്ത ഓപ്ഷൻ ഡീഫ്രോസ്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ. ഡീഫ്രോസ്റ്റ് ആകുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് നോർമൽ ചിക്കനും മീറ്റൊക്കെ ഉണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഡീഫ്രോസ്റ്റ് പറഞ്ഞ ഓപ്ഷനിലും കൊടുത്തിട്ട് എത്ര ഗ്രാം കൊടുക്കുക, ചിക്കൻ്റെ ഗ്രാമിനനുസരിച്ചാണ് ഇത് കൊടുക്കുന്നത്. ഗ്രാം കൊടുത്തിട്ട് സ്റ്റാർട്ട് അടിക്കുക കേട്ടോ. ടൈം ഗ്രാമിനനുസരിച്ചാണ് കമ്പനി സെറ്റ് ചെയ്തത്. ഇനി ഇത് പൊക്കോണൊക്കെ ഇതാക്കണം എന്നുണ്ടെങ്കിൽ പൊക്കോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, എത്ര ഗ്രാമാണ് സെറ്റ് ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ട് അടിക്കുക. ഇപ്പോൾ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യാണ്ടാവുക ഈ മൈക്രോയും കൺവെൻഷൻ ഗ്രില്ലേക്കും. മൈക്രോ ആണെങ്കിൽ ഫസ്റ്റ് മൈക്രോ അമർത്തുക, എന്നിട്ട് ടൈം എത്ര കൊടുക്കുക, സ്റ്റാർട്ട് അടിക്കുക. അതേമാതിരി തന്നെ കൺവെൻഷനും ഇത് കൊടുക്കുക, എത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, എന്നിട്ട് ടൈം കൊടുക്കുക, 0 ആഡ് ചെയ്തിട്ടാട്ടോ ടൈം സെറ്റ് ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ട് അടിക്കുക. ഗ്രില്ലും അതേമാതിരി തന്നെ. ഈ 3 ഓപ്ഷൻ ഈ കാര്യമായിട്ട് ഉണ്ടാവുക കേട്ടോ.